നോക്കുന്നോ? അയ്യോ അല്ല സാറേ, ആരെയും നോക്കുന്നില്ല. അയ്യോ അല്ല സാറേ, ആരും ഒഴിച്ചു കൊടുക്കാറില്ല. ഞാൻ എല്ലാവർക്കും കൊടുക്കാതെ പതിവ്. നമ്മൾ പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു ആപ്പാണ് ദോസ്ത്. നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ പിന്നെ ദോസ്ത് ആപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ദോസ്തിൽ നിങ്ങൾക്ക് വെറും 14 രൂപയ്ക്ക് സംസാരിച്ചു തുടങ്ങാം. വെറും 14 രൂപയ്ക്ക് നിങ്ങൾക്ക് ദോസ്ത് ആപ്പിൽ ആരെങ്കിലും കോൾ ചെയ്ത് സംസാരിക്കാം കേട്ടോ. നിന്റെ അമ്മ ഫ്രീ ആണെങ്കിൽ വിളിക്കാൻ പറയൂ. സഹോദര, എന്തിനാണ് മറ്റുള്ളവരുടെ അമ്മമാരെ വിളിക്കുന്നത്? ദയവായി ആദ്യം സ്ത്രീകളെ കുറിച്ച് ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്കൂ. നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്ന ധാരാളം സ്ത്രീകളും പുരുഷനും ദോസ്ത് ആപ്പിലുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ ബഹുമാനത്തോടെ സംസാരിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ ദോസ്ത് ആപ്പിൽ നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കാൻ കഴിയും. സഹോദരൻ, നീ എന്തിനാണ് അവളുടെ അമ്മയെ വിളിക്കുന്നത്? അവളെ വിളിച്ചാൽ പോരെ? അവളെ വന്ന് നിനക്ക് താങ്ങി തരത്തില്ലേ? സഹോദര, മറ്റുള്ളവരുടെ അമ്മയെ വിളിക്കുന്നത് തെറ്റാണ്. എന്റെ അമ്മനെ മറ്റുള്ളവരുടെ അമ്മമാരെ എന്നെ കരിയില്ല എന്നുണ്ടോ? ചേച്ചി പറയുന്നത് കേട്ടില്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് പേര് 14 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് തരാമെന്നാണ് ചേച്ചി പറയുന്നത്. സോ ദോസ്ത് ആപ്പ് ഇരിക്കട്ടെ, മറ്റെന്ത് ഡേറ്റിംഗ് ആപ്പ് ഇരിക്കട്ടെ, ഇതിന്റെ ഒരു ബേസിക് സാധനം ഞാൻ പറഞ്ഞുതരാം. നമ്മള് പ്ലസ് വൈപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, ഈ സാധനത്തിൽ കയറുന്നു, ആരെങ്കിലും സംസാരിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു മാമന്മാരും മാമിയാരും ആരെങ്കിലും ഒക്കെ ചെന്ന് കയറി മെസ്സേജ് അയക്കാൻ നോക്കുന്ന ആദ്യത്തെ 2-3 മെസ്സേജ് ഫ്രീ ആയിരിക്കും. മെസ്സേജ് അയക്കുന്നു 14 രൂപ, 35 രൂപ, 100 രൂപ, 150 രൂപ, അങ്ങനെ പല കണക്കാണ്. പല ആപ്പിനും പല കണക്കാണ്. ചെല്ലുന്നു, പൈസ അടയ്ക്കുന്നു, സംസാരിക്കാനായിട്ട് ചെല്ലുന്നു, നിങ്ങൾ സംസാരിക്കുന്നു, കോള് വരുന്നു. ബട്ട് വിളിക്കുന്ന ആൾക്കാരെല്ലാം ഇവരുടെ തന്നെ തയ്യാറാക്കി വെച്ചൊരു കോൾ സെന്ററിലുള്ള സ്റ്റാഫുകളായിരിക്കും. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയത്തില്ല. ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു സിനിമ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഐശ്വര്യ രാജേഷ് നടിയായിട്ടുള്ള ഫർഹാന എന്ന് പറയുന്ന ഒരു സിനിമ ഈ ഒരു ഇങ്ങനത്തെ ഒരു ആപ്പിനെയൊക്കെ പറ്റിയാണ്, ഡേറ്റിംഗ് ആപ്സിനെയൊക്കെ പറ്റിയാണ്.